യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഇന്ന് നിങ്ങളുമായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 39-ാം വാക്യം. അവൻ ഉണർന്ന് കാറ്റിനെ ശാസിച്ചുകൊണ്ട് കടലിനോട് പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. അപ്പോൾ കാറ്റ് ശമിച്ചു, വലിയ പ്രശാന്തതയുണ്ടായി. പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് യേശു വഞ്ചിയുടെ അമരത്ത് ഉറങ്ങുന്ന സമയത്ത് വലിയ കാറ്റും കോളും ഉണ്ടായി. തിരമാലകൾ ആഞ്ഞടിച്ച് വഞ്ചിയിലേക്ക് കയറി. ശിഷ്യന്മാർ ഭയപ്പെട്ടു. തങ്ങൾ മരിക്കാറായിരിക്കുന്നു, എന്നാൽ ഗുരു ഉറങ്ങുകയാണ്. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതം ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ പലവിധ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിലൊരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ പോയാൽ ഞാൻ നശിച്ചു പോകും, എന്തും സംഭവിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, യേശു ക്രിസ്തു നിൻ്റെ അമരത്ത് അവനുണ്ട്. അവൻ തക്ക സമയത്ത് എഴുന്നേറ്റ് അടങ്ങുക, ശാന്തമാവുക എന്ന് പറയും. നിൻ്റെ ജീവിതത്തിലെ വിഷയങ്ങളോട്, നിൻ്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നിൻ്റെ മുമ്പിൽ യേശുവുണ്ട്. തിരിച്ചറിയണം, നീ ഒറ്റയ്ക്കല്ല. എന്താണ് സംഭവിച്ചത്? വഞ്ചിയിൽ വെള്ളം അടിച്ചു കയറിയപ്പോൾ ശിഷ്യന്മാർ വിളിച്ചു, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ കാണുന്നില്ലേ? യേശു എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞു, അടങ്ങുക, ശാന്തമാവുക. അപ്പോൾ കാറ്റ് ശമിച്ചു, വലിയ പ്രശാന്തതയുണ്ടായി. നിൻ്റെ ജീവിതത്തിലും ഇതുപോലെ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ ഗുരു, എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് വിളിച്ചാൽ, എൻ്റെ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്നൊന്ന് മനസ്സറിഞ്ഞ് വിളിച്ചാൽ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് യേശുവിനെ വിളിച്ചാൽ, അവൻ കടന്നു വന്ന് നിൻ്റെ ജീവിതത്തിലെ വിഷമാവസ്ഥകളിൽ ഇടപെടും. അവൻ നിൻ്റെ വിഷയങ്ങളുടെ മുമ്പിൽ നിന്നെ സഹായിക്കുന്നവനാണ്. നിൻ്റെ കണ്ണീരിൻ്റെ മുമ്പിൽ അവൻ നിന്നെ കൈവിടുന്നവനല്ല. അവൻ നിന്നെ സഹായിക്കുകയും നിന്നെ ശക്തിപ്പെടുത്തുകയും നിന്നെ ഉയർത്തുകയും ചെയ്യും. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.